എല്ലാവർക്കും നമസ്കാരം. രാജ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. ഏകദേശം 200 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിനൊടുവിലാണ് 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി നാം ആചരിച്ചു വരുന്നു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും നമ്മുടെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തുകയും തുടർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യക്കാർക്ക് അവരുടെ എല്ലാ മൗലിക അവകാശങ്ങളും ലഭിച്ചു. ഭഗത് സിംഗ്, മംഗൽ പാണ്ഡെ, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം രാജ്യത്തിനു വേണ്ടി അവരുടെ ജീവൻ വെടിഞ്ഞു. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലകൻ തുടങ്ങിയവരുടെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത്. ഈ ശുഭദിനത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ദേശസ്നേഹികളെ നമുക്ക് ഓർക്കാം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞ വാക്കുകൾ ഇന്നും ഓരോ ഭാരതീയന്റെയും ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ഇതര രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചതിൽ നിന്ന് എത്രയോ വിഭിന്നമായാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. 1917 റഷ്യൻ വിപ്ലവവും സ്വാതന്ത്ര്യം നേടലുമാണ് നമുക്ക് കുറെ കൂടി ആത്മവീര്യം തന്നത്. അന്നു മുതൽ നമ്മൾ കുറെ കൂടി ശക്തമായി ആഞ്ഞടിക്കാൻ തുടങ്ങി. അങ്ങനെ 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, ഉപരോധം എന്നിവയിലെല്ലാം ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ നാടിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും അതിൻ്റെ പുരോഗതിക്കായി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത്. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ സവിശേഷത. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ജനങ്ങൾ പരസ്പരം ഇല്ലാതാകുന്നു. കൊലപാതകവും സ്ത്രീപീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും ഇന്ന് തുടർക്കഥയാവുന്നു. നാം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മുടെ പ്രവൃത്തികളിൽ പ്രകടമാക്കാം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള വാക്യം നമുക്ക് നെഞ്ചിലേറ്റാം. ജയ് ഹിന്ദ്.